നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ലൊരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. പുഴുങ്ങിയ മുട്ടയും കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പുഴുങ്ങിയ കോഴിമുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ട എടുത്തിട്ട് നേക്ക വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇത് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. അതിൻ്റെ വെള്ളഭാഗമൊക്കെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കിടന്നോട്ടെ. അപ്പോൾ നമുക്ക് കടിക്കാനും കിട്ടുമല്ലോ. അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്. മയോണൈസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതൊന്നും എടുക്കണ്ട, കാരണം അത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സാൻഡ്വിച്ചിലേക്കുള്ള മയോണൈസ് ഇപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വീതം ഉപ്പും പഞ്ചസാരയും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ 2-3 തവണ ഒന്ന് അടിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡൊക്കെ അടിച്ചെടുക്കാൻ മതിയാകുക. നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ഓയിലാണ് കേട്ടോ. ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരമായിട്ട് കുറച്ചും കൂടി ഒരു ഹെൽത്തി ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ടേസ്റ്റ് വൈസ് അല്ല കേട്ടോ, ഹെൽത്ത് വൈസ് നല്ലതായിരിക്കും. പക്ഷെ ടേസ്റ്റ് വൈസ് സൺഫ്ലവർ ഓയിലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓയിൽ നമുക്ക് 1 കപ്പ് വേണം. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നില്ല. 1/4 കപ്പ് വീതം ഒഴിച്ച് 3-4 പ്രാവശ്യമായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജാർ അടച്ചിട്ട് 2-3 തവണ ഒന്ന് പതുക്കെ ഒന്ന് മിക്സിന്റെ ബട്ടൺ ഇടതുഭാഗത്തേക്ക് അമർത്തി ഒന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി അടപ്പ് തുറന്നിട്ട് വീണ്ടും ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നേരത്തതുപോലെ തന്നെ 2-3 തവണ ഒന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. വീണ്ടും അടപ്പ് തുറന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക 1/4 കപ്പും കൂടെ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ ഓയിൽ തീരുന്നവരെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം മയണൈസ് നല്ല തിക്കായിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ ഇതാ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വെളുത്തുള്ളിന്റെ കടുകിന്റെ ഒക്കെ ടേസ്റ്റുള്ള നല്ലൊരു മയണൈസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ഈ റെഡിയാക്കിയത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്നൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ഞാൻ ഇതിൽ നിന്നൊരു 2.5 ടേബിൾ സ്പൂൺ മയണൈസ് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മുട്ടയില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഇപ്പോൾ ഉണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. മയണൈസ് മുട്ടേന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി 1/4 കപ്പ് വീതം ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം, ചെറുതാക്കി അരിഞ്ഞത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകുക. ചെറിയൊരു പിടി മല്ലിയില. ഇനി ഇതിന് എരിവ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിച്ചതും ചുവന്ന മുളക് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം മയണൈസിന് നല്ല ഉപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പാകാണോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കട്ടെ പാകാണോ എന്ന്. കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവും ഉപ്പൊക്കെ പാകാണെന്ന് നോക്കുക, അതുപോലെ മയണൈസ് വേണമെന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് ബ്രെഡാണോ ഉള്ളത് അതെടുക്കാം. ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് കൂടി പോകണ്ട, പുറത്തേക്കൊന്ന് ഒഴുകി പോകാൻ രീതിയിൽ ഇടണ്ട കേട്ടോ. പാകത്തിന് വെച്ച് കൊടുത്താൽ മതി. ഇനി വേറെ ഒരു ബ്രെഡ് എടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഒക്കെ സോസ് മതിയാകുക. അത് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിന് മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇതേപോലെ ഒരെണ്ണം കൂടെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ബ്രെഡിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് പാനിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം.
ഒരു ടീസ്പൂണൊക്കെ ബട്ടർ മതിയാകുമേ. ബട്ടർ ചേർത്തിട്ട് ഒന്ന് ഉരുകി വരുമ്പോൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. പാനിൽ ഇപ്പോൾ കുറച്ച് ബട്ടറും കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞാൻ ബട്ടർ ഈ ഭാഗത്ത് തേക്കുന്നില്ല. 2-3 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കരിഞ്ഞു പോകാതെ നമുക്ക് സാൻഡ്വിച്ച് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ സാൻഡ്വിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. പാനിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഒരു മിനിറ്റൊക്കെ ഒന്ന് ഒരു ഭാഗം ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ബട്ടർ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് ബട്ടർ തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് 1 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ 2 സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു 2-3 സാൻഡ്വിച്ചിനും കൂടെയുള്ള ഫില്ലിങ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കഴിക്കാനും അതേപോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിന്റെ സൈഡിലുള്ള ബ്രൗൺ ഭാഗമില്ലേ, അത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. വേണമെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.